Welcome to our third chapter named as functions. ഈ ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു വാക്ക് നമ്മൾ ഇതിന് മുൻപ് കേട്ടിട്ടുള്ള ഒരു വാക്ക് തന്നെയാണ്. അവിടെ നമ്മൾ കേട്ടിട്ടുള്ളത് മെയിൻ ഫംഗ്ഷൻ എന്നായിരുന്നു. We have discussed in the last chapter and previous chapters ഒരൊറ്റ ഫംഗ്ഷൻ, ആ ഒരു ഫംഗ്ഷൻ മാത്രമേ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളൂ. ദാറ്റ് ഈസ് കോൾഡ് മെയിൻ ഫംഗ്ഷൻ. ആ മെയിൻ ഫംഗ്ഷനിൽ നിന്നാണ് നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതും സ്റ്റോപ്പ് ചെയ്യുന്നതും. സ്റ്റാർട്ടിങ്ങും സ്റ്റോപ്പിങ്ങും എപ്പോഴും മെയിൻ ഫംഗ്ഷനിൽ നിന്നായിരുന്നു. അതുകൊണ്ട് തന്നെ മെയിൻ ഫംഗ്ഷൻ ഒരു പ്രോഗ്രാമിനെ സംബന്ധിച്ചിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു വാക്ക് ഫംഗ്ഷൻസ് എന്താണെന്നുള്ളതാണ്. ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത്രേ ചിന്തിക്കേണ്ടതുള്ളൂ. ഇറ്റ്സ് എ സെറ്റ് ഓഫ് കോഡ്സ്. എന്താണ്? ഒരു കൂട്ടം കോഡ്സ്. എന്തിനു വേണ്ടിയിട്ട്? ഫോർ ഡൂയിങ് സം അല്ലെങ്കിൽ ഫോർ സോൾവിങ് സം ടാസ്ക്. ഒരു ടാസ്ക്, ചില ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെറ്റ് ഓഫ് കോഡ്സിനെയാണ് എന്ന് പറയുന്നത് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫംഗ്ഷൻസ് എന്താണ്? ചില ടാസ്ക് അല്ലെങ്കിൽ ജോബിനെ സോൾവ് ചെയ്യാൻ അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, സോൾവ് ചെയ്യുവാനുള്ള സെറ്റ് ഓഫ് കോഡ്സിനെയാണ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആണ്. ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗ്ഷൻ എങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? ഇറ്റ്സ് എ സെറ്റ് ഓഫ് കോഡ്സ്. എന്തിനു വേണ്ടിയിട്ട്? ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ജോബ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഒരു ടാസ്ക് അല്ലെങ്കിൽ ജോബ്, എന്തായാലും ഈ ടാസ്ക് ജോബ് എന്നുള്ളൊരു ഡൗട്ട് വന്നിട്ടുണ്ടാവും. ടാസ്ക് അല്ലെങ്കിൽ ജോബ് എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ രണ്ട് സംഖ്യകൾ കൂട്ടുക എന്ന് പറയുന്ന ഒരു ടാസ്ക് ആണ് അല്ലെങ്കിൽ ജോബാണ്. അതല്ലെങ്കിൽ രണ്ട് സംഖ്യകൾ കുറക്കുക, അല്ലെങ്കിൽ മൂന്ന് സംഖ്യകളുടെ ആവറേജ് കാണുക. ഇതൊക്കെ നമുക്ക് എന്തിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയാം? ഒരു ടാസ്ക് ആയിട്ട് നമുക്ക് പറയാം. അപ്പൊ അത്തരം ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ അത്തരം എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല, അത്തരത്തിലുള്ള ടാസ്കുകളെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെറ്റ് ഓഫ് കോഡ്സിനെയാണ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ അത് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഫംഗ്ഷൻ എന്താണ് എന്നുള്ളത്. ഫംഗ്ഷൻസ് മെയിൻലി ക്ലാസിഫൈഡ് ഇൻടു ടു ടൈപ്സ്: built-in functions and user-defined functions. Built-in functions, ആ പേരിലുണ്ട് built-in functions. We already discussed in the previous chapter getters function and putters function. എന്തായിരുന്നു getters function, putters function എന്നുള്ളത് നമ്മൾ ഓൾറെഡി കണ്ടുകഴിഞ്ഞു. വൈറ്റ് സ്പേസോട് കൂടിയിട്ടുള്ള സ്ട്രിങ്ങിനെ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി, കീബോർഡിലൂടെ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് getters function ഉപയോഗിക്കുന്നത്. അതുപോലെ ഔട്ട്പുട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പുട്ടസ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഇൻ ദാറ്റ് ടൈം, ആ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ദീസ് ആർ ദി എക്സാമ്പിൾസ് ഓഫ് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് C++ ഡെവലപ്പ് ചെയ്ത ആളുകൾ തന്നെ ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള കുറെ ഫംഗ്ഷൻസുകളുണ്ട്. അത്തരം ഫംഗ്ഷൻസിനെയാണ്, അതിന് ഓരോന്നിനും ഓരോ പ്രത്യേക ഉദ്ദേശങ്ങളുണ്ട്. എന്താണ് ഓരോന്നും ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഇപ്പൊ ഗെറ്റസ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു വൈറ്റ് സ്പേസോടുള്ള സ്ട്രിങ്ങിനെ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി, അതായത് പുട്ടസ് എന്ന് പറയുമ്പോൾ സ്ട്രിങ്ങിനെ ഔട്ട്പുട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ പറഞ്ഞു. ആ ഉദ്ദേശങ്ങൾ എന്ന് പറഞ്ഞ പോലെ ഓരോന്നിനും പ്രത്യേകം എന്താണ് എന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ C++ ഡെവലപ്പേഴ്സ് ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ള ഫംഗ്ഷൻസിനെയാണ് എന്ന് പറയുന്നത് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. എല്ലാ ഫംഗ്ഷൻസിനും ഫംഗ്ഷൻ നെയിം ഉണ്ടായിരിക്കും, ഒരു പേരുണ്ടായിരിക്കും. ആ പേര് വെച്ചിട്ടാണ് നമ്മൾ ആ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത്. കോൾ ചെയ്യുന്നത് എപ്പോഴും മെയിൻ ഫംഗ്ഷനിൽ നിന്നായിരിക്കും. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്, അതൊക്കെ നമ്മൾ മനസ്സിലെപ്പോഴും ഉണ്ടാവണം. അപ്പൊ നമ്മൾ പറഞ്ഞത് എല്ലാ ഫംഗ്ഷൻസിനും ഫംഗ്ഷൻ നെയിം ഉണ്ടായിരിക്കും. ആ ഫംഗ്ഷൻ നെയിം ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിനെ വിളിക്കുന്നത് അല്ലെങ്കിൽ ഇൻവോക്ക് ചെയ്യുന്നത്. അപ്പോഴാണ് അത് എന്ത് ചെയ്യുക? എക്സിക്യൂട്ട് ചെയ്യുക. അതിനനുസരിച്ചുള്ള റിസൾട്ട്സ് നമുക്ക് ലഭിക്കും. എങ്ങനെ എന്ത് എന്നുള്ളത് നമുക്ക് പിന്നീട് പറയാം. ഓക്കെ, അപ്പോ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ഒന്നുകൂടി പറയാണ്, C++ ഡെവലപ്പേഴ്സ് ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ള ഫംഗ്ഷൻസിനെയാണ് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു ഗെറ്റസ്, പുട്ടസ് എന്ന് പറഞ്ഞു. വേറെ എക്സാമ്പിൾസ് ഒക്കെ നമുക്ക് വഴിയെ കാണാം. നെക്സ്റ്റ് വൺ ഈസ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ്. ആ പേര് കറക്റ്റ് ആയിട്ട് പറഞ്ഞു, യൂസർ ഡിഫൈൻഡ്. യൂസർ എന്ന് പറയുമ്പോൾ പ്രോഗ്രാമർ, നമ്മളെ പോലുള്ള പ്രോഗ്രാമേഴ്സ് ആണ് ഡിഫൈൻ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഫംഗ്ഷൻസിനെ. അപ്പൊ അത്തരം ഫംഗ്ഷനെ എന്ത് പറയുന്നത്? യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ്. എങ്ങനെ ഒരു ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യാം യൂസറിന് എന്നുള്ളതിനൊക്കെ അതിന് സിന്റാക്സ് ഉണ്ട്. ആ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് കുറച്ചുകൂടി കഴിയുമ്പോൾ വരുന്നതാണ്. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പൊ തൽക്കാലം മനസ്സിലാക്കാം
രണ്ട് തരത്തിലുള്ള ഫംഗ്ഷൻസുകളുണ്ട്, ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസും യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസും. ഓക്കെ, അത് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ മോഡുലാർ പ്രോഗ്രാമിംഗ് എന്താന്നുള്ളതാണ് പറയാൻ പോകുന്നത്. മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ കൺസെപ്റ്റ്, ഒരു കൺസെപ്റ്റ് ആണ്. ഓക്കെ, എന്താണ് ആ കൺസെപ്റ്റ് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ദ എൻറ്റയർ പ്രോബ്ലം ഡിവൈഡഡ് ഇൻടു സ്മാൾ പ്രോബ്ലംസ്, മൊത്തം പ്രോബ്ലത്തെ സബ് പ്രോബ്ലംസുകളായി അല്ലെങ്കിൽ ചെറിയ ചെറിയ പ്രോബ്ലംസുകളായി ഡിവൈഡ് ചെയ്യും. ഓക്കെ, ഡിവൈഡ് ചെയ്തിട്ട് ഓരോ സബ് പ്രോബ്ലംസിനെയും ഇൻഡിവിജ്വൽ ആയി എന്ത് ചെയ്യുന്നു, സോൾവ് ചെയ്യും. ആ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെയാണ് പറയുന്നത് മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഈ ഒരു പ്രോഗ്രാമിംഗ് രീതി നമ്മൾ ഇനി കാണാൻ പോകുന്നേ ഉള്ളൂ. ഇതുവരെ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാമിംഗ് രീതിയിലേക്ക് നമ്മൾ പോയിട്ടില്ല. അപ്പൊ ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള എല്ലാം, നമ്മൾ പ്രോഗ്രാംസ് കണ്ടിട്ടുണ്ടായിരുന്നു, C++ പ്രോഗ്രാംസ് കണ്ടിട്ടുണ്ടായിരുന്നു, അതിലൊക്കെ ഒരൊറ്റ ഫംഗ്ഷനിലെ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത്. ഓക്കെ, അപ്പൊ ആ ഫംഗ്ഷന്റെ പേരായിരുന്നു മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ആ മെയിൻ ഫംഗ്ഷനിൽ തന്നെയാണ് ഫുൾ കാര്യങ്ങൾ, എന്തൊക്കെ ടാസ്ക് ഉണ്ടോ ആ ടാസ്കുകളെല്ലാം നമ്മൾ ഒരൊറ്റ ഫംഗ്ഷന്റെ ഉള്ളിൽ, മെയിൻ ഫംഗ്ഷന്റെ ഉള്ളിൽ മാത്രമായിട്ടായിരുന്നു ചെയ്തിരുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അങ്ങനെയല്ല. നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്, ഉദ്ദേശിക്കുന്നത് മെയിൻ ഫംഗ്ഷൻ ഉണ്ടാകും, സബ് ഫംഗ്ഷൻസുകൾ ഉണ്ടാകും. ആ സബ് ഫംഗ്ഷൻസ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഇവിടെ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് ഒക്കെ ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോ നമ്മൾ മൊത്തം പ്രോബ്ലത്തെ എന്ത് ചെയ്യുന്നു, സബ് പ്രോബ്ലംസുകളായി ഡിവൈഡ് ചെയ്തിട്ട് ഓരോ സബ് പ്രോബ്ലംസിനെയും ഇൻഡിവിജ്വൽ ആയിട്ട് സോൾവ് ചെയ്യാൻ ആ ഒരു കൺസെപ്റ്റിലേക്കാണ് പോകുന്നത്. അപ്പൊ അവിടെ ആ ഒരു രീതിനെ അതിന് വേറെ രീതിയിൽ പറഞ്ഞു, അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റിനെ പറയുന്നത് മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാല് ഒരു ലാർജ് പ്രോബ്ലത്തെ അല്ലെങ്കിൽ ഒരു മൊത്തം പ്രോബ്ലത്തെ സബ് പ്രോബ്ലംസുകളായിട്ട് എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ സബ് പ്രോബ്ലംസിനെയും ഇൻഡിവിജ്വൽ ആയിട്ട് ഒറ്റയ്ക്ക് എന്ത് ചെയ്യുന്നു, സോൾവ് ചെയ്യുന്നു. അവിടെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ആ ബെനിഫിറ്റ്സ് എന്താണെന്നുള്ള വഴിയെ പറയാം. അപ്പൊ ആ ഒരു കൺസെപ്റ്റിനെയാണ് പറയുന്നത് മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു പ്രോസസ്സ്, അതായത് ഈ മൊത്തം പ്രോബ്ലം കണ്ടെത്തുക, അതിനെ എന്നിട്ട് ഓരോന്നിനെയും സബ് പ്രോബ്ലംസുകളായി ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞ ആ ഒരു പ്രോസസ് ഉണ്ടല്ലോ, ആ ഒരു പ്രോസസ്സിനെ പറഞ്ഞ പേരാണ് മോഡുലറൈസേഷൻ എന്ന് പറയുന്നത്. ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് മോഡുലറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു, മോഡുലറൈസേഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ പറഞ്ഞു, ഇത്തരത്തിലുള്ള മോഡുലറൈസേഷൻ അല്ലെങ്കിൽ മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് ചെയ്യുന്നത് കൊണ്ട്, അതായത് മൊത്തം പ്രോബ്ലത്തെ സബ് പ്രോബ്ലംസുകളായി ഡിവൈഡ് ചെയ്യുന്നു, എന്നിട്ട് ഓരോന്നിനെയും ഇൻഡിവിജ്വൽ ആയിട്ട് സോൾവ് ചെയ്യുന്നു. ഈ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാമിംഗ് മെത്തേഡ് അതുകൊണ്ട് കുറച്ച് ഗുണങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആ ഗുണങ്ങൾ എന്താണെന്നുള്ളതാണ് നെക്സ്റ്റ് പറയുന്നത്. നമ്മള് ഇങ്ങനെ ചിന്തിച്ചാൽ മതി, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ ഒരു എളുപ്പ വഴിയാണ് പറയുന്നത്. നമ്മുടെ സ്കൂള്, ആ സ്കൂളിന്റെ മൊത്തം കൺട്രോൾ, കംപ്ലീറ്റ് കൺട്രോൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ ഡിസിപ്ലിൻ ആണ് അവിടുത്തെ ടാസ്ക് അല്ലെങ്കിൽ ഒരു ജോബ് എന്ന് നമുക്ക് കണക്കാക്കാം. ഒരു ജോബ് എടുക്കുകയാണ്, ഡിസിപ്ലിൻ, എന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡിസിപ്ലിൻ, അത് ആരുടെ ഉത്തരവാദിത്തമാണ്? പ്രിൻസിപ്പളിന്റെ ഉത്തരവാദിത്തമാണ്, അല്ലെ? ഈ പ്രിൻസിപ്പൾ മാത്രം, അപ്പൊ അവിടുത്തെ മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നതാണ് ഡിസിപ്ലിൻ ആണ്. എന്ത് ഡിസിപ്ലിന്? ആ കംപ്ലീറ്റ് സ്കൂളിലത്തെ കംപ്ലീറ്റ് ഡിസിപ്ലിൻ, അല്ലെ? അപ്പൊ അതാണ് അവിടുത്തെ മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഉത്തരവാദിത്വം പ്രിൻസിപ്പളിനാണ്. അപ്പൊ ആ പ്രിൻസിപ്പൾ എന്ത് ചെയ്യുന്നു, ഈ മെയിൻ പ്രോബ്ലത്തെ സബ് പ്രോബ്ലംസുകളാക്കുന്നു. എങ്ങനെ സബ് പ്രോബ്ലംസുകളാക്കുന്നത്? അവിടെ കോഴ്സിനെയും +1 +2 എന്ന് പറയുന്ന രണ്ട് വിഭാഗങ്ങളെയും ആ ഒരു കൺസെപ്റ്റിലേക്ക് ആ 4 ക്ലാസ്സുകളായിട്ട് എന്ത് ചെയ്യുന്നു, ആ മെയിൻ പ്രോബ്ലത്തെ ഡിവൈഡ് ചെയ്തിട്ട് സബ് പ്രോബ്ലംസുകളാക്കുന്നു. അപ്പൊ ഒരു ഡിവിഷനുകൾ മനസ്സിലായിട്ടുണ്ടാവും. മെയിൻ പ്രോബ്ലം എന്തായിരുന്നു? ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കംപ്ലീറ്റ് ഡിസിപ്ലിൻ എന്നുള്ളത്. അതിനെന്ത് ചെയ്തു? ഡിവൈഡ് ചെയ്തു. എങ്ങനെ? 4 ക്ലാസ്സുകളാക്കി ഡിവൈഡ് ചെയ്തു. എന്ന് പറയാൻ 4 ക്ലാസ്സുകളിലെ ഡിസിപ്ലിൻ അത് തന്നെയല്ലേ ആ മൊത്തം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. അപ്പോ ആ 4 ക്ലാസ്സുകളുടെ ഡിസിപ്ലിൻ എന്ത് ചെയ്തു? ഓരോ ടീച്ചേഴ്സിന്, ക്ലാസ് ടീച്ചേഴ്സിന് എന്ത് ചെയ്തു? അസൈൻ ചെയ്തു കൊടുത്തു, നൽകി. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്തായിരിക്കും? പ്രിൻസിപ്പളിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി ഈസി ആയിരിക്കും, അല്ലെ? കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടുത്തെ എൻറ്റയർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആ ഡിസിപ്ലിൻ എന്ന് പറയുന്ന ആ ടാസ്ക് വളരെ സിമ്പിൾ ആയിട്ട് മാനേജ് ചെയ്യാൻ സാധിക്കും.
അതുപോലെ തന്നെ തെറ്റുകൾ ഒരൊറ്റ ആള് ചെയ്യുന്നതാണോ ഒരു 4 ആളോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആളുകൾ ഉപയോഗിച്ചിട്ട് ഓരോ പാർട്ടാക്കിയിട്ട് ആ സെക്ഷൻ ആക്കിയിട്ട് മാനേജ് ചെയ്യുന്നതാണോ എളുപ്പം നിങ്ങൾക്ക് കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചാൽ മനസ്സിലാവും. അപ്പോ നമുക്ക് തെറ്റുകൾ സംഭവിക്കാനുള്ള സാധ്യത അവിടെ റെഡ്യൂസ് ചെയ്യാൻ സാധിച്ചു അല്ലെ. അപ്പൊ ആ ഒരു കൺസെപ്റ്റില് നമുക്ക് ഈ മെറിറ്റ്സ് ഒന്ന് പറഞ്ഞു നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ ഇസ് റെഡ്യൂസസ് ദി സൈസ് ഓഫ് ദി പ്രോഗ്രാം. പ്രോഗ്രാമിന്റെ സൈസിനെ റെഡ്യൂസ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്, കുറക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ആലോചിച്ചാൽ മതി, ഒരു 2 സംഖ്യകൾ കൂട്ടാനുള്ള ഒരു ടാസ്ക് പല പല ഭാഗങ്ങളിലായിട്ട് ഒരു പ്രോഗ്രാമിൽ വരുന്നുണ്ടെന്ന് വിചാരിക്കാം. ആ ഒരു ടാസ്ക് അതായത് 2 സംഖ്യകള് കൂട്ടണം, ഏത് സംഖ്യ ആയിക്കോട്ടെ, 2 സംഖ്യകൾ എന്ത് ചെയ്യണം, നമുക്ക് ആഡ് ചെയ്യണം. ആ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ടാസ്ക് അല്ലെങ്കിൽ ആ ഒരു ജോബ് അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലം എന്ന് പറയട്ടെ, ഈ 3 വാക്ക് ഉപയോഗിക്കാം. ഈ പ്രോബ്ലത്തെ പ്രോഗ്രാമിൽ പല പല ഭാഗങ്ങളിലായിട്ട് നമുക്ക് വരുന്നുണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനാവശ്യമായിട്ട് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്, ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട്. എന്താ അവിടുത്തെ ടാസ്ക് പറയുന്നത്, 2 സംഖ്യകള് അല്ലെങ്കിൽ 2 നമ്പേഴ്സ് എന്ത് ചെയ്യാം, ആഡ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ ടാസ്ക്. ഓക്കെ, അപ്പൊ അതിനു വേണ്ടി നമ്മളൊരു ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യുന്നു. എങ്ങനെ ഡിക്ലെയർ ചെയ്യുന്നു എന്നുള്ളതൊക്കെ പിന്നീട് പഠിക്കാം. ഡിക്ലെയർ ചെയ്യുന്നു എന്ന് വിചാരിക്കാം. അങ്ങനെ ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്തിട്ട് അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്തിട്ട് നമ്മൾ പ്രോഗ്രാമിൽ ഒരു ഭാഗത്ത് എഴുതുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏത് ഫംഗ്ഷൻ ആണെങ്കിലും അതിന് എന്തുണ്ട്, ഒരു ഫംഗ്ഷൻ നെയിം ഉണ്ടായിരിക്കും അല്ലെ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആവശ്യമുള്ള സമയത്തെല്ലാം അല്ലെങ്കിൽ ആ പ്രോഗ്രാമിൽ എവിടെയൊക്കെ ഈ 2 സംഖ്യകൾ കൂട്ടുക എന്ന് പറഞ്ഞ ടാസ്ക് വരുന്നുണ്ടോ അവിടെയെല്ലാം നമുക്ക് ഈ ഫംഗ്ഷന്റെ നെയിം ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ ഫംഗ്ഷനെ ഇൻവോക്ക് ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ കോൾ ചെയ്യാൻ സാധിക്കും. എങ്ങനെ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു, എങ്ങനെ ഫംഗ്ഷൻ റൺ ചെയ്യുന്നു എന്നുള്ളതൊക്കെ നമുക്ക് വരാൻ പോകുന്നുള്ളൂ. അതിനെക്കുറിച്ച് ഇപ്പോൾ ബോധേടാവേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മൾ ആ ഫംഗ്ഷൻ നെയിം ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു, ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു അല്ലെങ്കിൽ ഇൻവോക്ക് ചെയ്യുന്നു. അപ്പൊ അത് ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നു. ആ ഫംഗ്ഷൻ വർക്ക് ചെയ്തതിന് അതിന്റെ കറക്റ്റ് റിസൾട്ട് ലഭിക്കുന്നു. അത് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയും ചിന്തിക്കുക. ഈ ഫസ്റ്റ് പോയിന്റ് ഇത്രയും ചിന്തിച്ചാൽ മതി. ഒരു 3ഓ 4ഓ തവണ റിപ്പീറ്റഡ് ആയിട്ട് സെയിം കോഡ് എഴുതുന്നതിന് പകരമായിട്ട് നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു ടാസ്ക് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് ഒരൊറ്റ തവണ എഴുതിയിട്ട് ഒരു ഫംഗ്ഷൻ ആയിട്ട് ആ പ്രോഗ്രാമിൽ എന്ത് ചെയ്തു, ആ സെറ്റ് ഓഫ് കോഡ്സിനെ മാറ്റി നിർത്തി. അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ റിപ്പീറ്റഡ് ആയിട്ട് എഴുതുന്നത് എന്ത് ചെയ്യാൻ സാധിച്ചു, ഒഴിവാക്കാൻ സാധിച്ചു. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ പ്രോഗ്രാമിനെ മൊത്തം എടുക്കുമ്പോൾ അതിന്റെ സൈസ് നമുക്ക് ഒരുപാട് കുറക്കാൻ സാധിച്ചു എന്നർത്ഥം. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, റെഡ്യൂസസ് ദി സൈസ് ഓഫ് ദി പ്രോഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ലെസ് ചാൻസ് ഓഫ് എറർ ഒക്കറൻസ്. നമ്മൾ സ്കൂൾ എന്ന് പറയുന്ന സ്കൂളിലെ ഡിസിപ്ലിൻ എന്ന് പറയുന്ന ആ ഒരു ടാസ്കിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ നമുക്ക് മെയിൻ പ്രോബ്ലത്തെ സബ് പ്രോബ്ലംസുകളായി ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കും. ഓരോ സബ് പ്രോബ്ലംസ് ചെറിയ ചെറിയ പ്രോബ്ലംസുകളാകുമ്പോൾ കൂടുതൽ അറ്റൻഷൻ നമുക്ക് നൽകാൻ സാധിക്കും അത് സോൾവ് ചെയ്യുമ്പോൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും എററുകൾ, തെറ്റുകൾ, സിന്റാക്സ് എറർ അല്ലെ, ലോജിക്കൽ എറർ, അങ്ങനെ പലതരത്തിലുള്ള എറേഴ്സുകളുണ്ട്. അത്തരം എറേഴ്സുകൾ, തെറ്റുകൾ സംഭവിക്കാനുള്ള സാധ്യത ഒരുപാട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, കുറക്കാൻ സാധിക്കും. തീരെ തെറ്റുകൾ സംഭവിക്കില്ല എന്നല്ല പറയുന്നത്, നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, എററുകൾ വരാനുള്ള സാധ്യതകൾ കുറയും എന്നാണ് പറയുന്നത്. അതാണ് സെക്കൻഡ് പറയുന്നത്, ലെസ് ചാൻസ് ഓഫ് എറർ ഒക്കറൻസ്. ആൻഡ് തേർഡ് വൺ ഈസ് റെഡ്യൂസ് പ്രോഗ്രാം കോംപ്ലക്സിറ്റി. റെഡ്യൂസ് പ്രോഗ്രാം കോംപ്ലക്സിറ്റി അതും നമ്മൾ ഈ പറഞ്ഞ സ്കൂൾ ഡിസിപ്ലിനുമായി ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കിയാൽ മതി. കോംപ്ലക്സിറ്റി കുറക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, പ്രിൻസിപ്പിൾ ആണ് മൊത്തം ഡിസിപ്ലിൻ, ഒരൊറ്റ ആള് മാത്രമാണ് നോക്കുന്നതെങ്കിൽ അയാളെ സംബന്ധിച്ചുള്ള ഒരു കോംപ്ലക്സ് പ്രോബ്ലം ആണ്. നേരെ മറിച്ച് അത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായി, ആ കോംപ്ലക്സിറ്റി റെഡ്യൂസ് ചെയ്തു, കുറഞ്ഞു. കാരണം എന്താ, കുറച്ചും കൂടി ഓരോ സെക്ഷൻ ആയിട്ട് എന്ത് ചെയ്ത് വേറെ വേറെ ആളുകൾക്ക് ആ ജോബ് അസൈൻ ചെയ്ത് കൊടുത്തു. അപ്പോൾ എന്താ, അതിന്റെ കോംപ്ലക്സിറ്റി കുറയാൻ സാധിച്ചു, അത് മാനേജ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് കുറക്കാൻ സാധിച്ചു എന്നർത്ഥം. അതാണ് റെഡ്യൂസ് പ്രോഗ്രാം കോംപ്ലക്സിറ്റി. ഫോർത്ത് വൺ ഈസ് ഇംപ്രൂവ് റീയൂസബിലിറ്റി. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെറിറ്റ് ആണ് റീയൂസബിലിറ്റി, റീയൂസബിൾ എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ നമ്മള്
എന്തെങ്കിലും ഒരു ടാസ്കിന് വേണ്ടി റിപ്പീറ്റഡ് ആയിട്ട് ആ ടാസ്ക് പ്രോഗ്രാമിൽ വരുന്നുണ്ടെങ്കിൽ ആ പ്രോഗ്രാമിലത്തെ ആ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റ് ഓഫ് കോഡ്സിനെ ഒരു ഫംഗ്ഷൻ ആയി മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഞാൻ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ നമുക്ക് ആ ഫംഗ്ഷൻ നെയിം ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ റീയൂസ് ചെയ്യാൻ സാധിച്ചു, വീണ്ടും 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 അതിനെ ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട് എന്നർത്ഥം. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇംപ്രൂവ് റീയൂസബിലിറ്റി എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. These are the merits of modular programming. നാലെണ്ണുണ്ട് ഈ ഇപ്രാവശ്യത്തെ സ്റ്റേ ഓർ ഇംപ്രൂവ്മെന്റ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇനി ഇതിന്റെ ഒരു ഡീമെറിറ്റ് എന്താണുള്ളത്? ഡീമെറിറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇതിനൊരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ബുദ്ധിമുട്ട് എന്നല്ല, അല്ലെങ്കിൽ എന്താ പറയാ, ഒരു ഡീമെറിറ്റ് ആയി ഇവിടെ കണക്കാക്കുന്നത് ഇത്രേ ഉള്ളൂ. നമ്മളെ ഈ ഒരു ഡിവിഷൻ ഉണ്ടല്ലോ, മെയിൻ നമ്മൾ പറഞ്ഞു എന്താ മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മെയിൻ പ്രോബ്ലം ആ മെയിൻ പ്രോബ്ലത്തെ സബ് പ്രോബ്ലംസിലായി ഡിവൈഡ് ചെയ്ത് ഓരോ സബ് പ്രോബ്ലംസിനെയും ഇൻഡിവിജ്വൽ ആയിട്ട് സോൾവ് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്, മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. ആ ഡിവിഷൻ ഉണ്ടല്ലോ, അതായത് മെയിൻ പ്രോബ്ലത്തെ സബ് പ്രോബ്ലംസുകളായി ഡിവൈഡ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്, അത് കറക്റ്റ് ആയിട്ട് ഡിവിഷൻ വന്നില്ലെങ്കിൽ അത് നമുക്ക് വിചാരിച്ചൊരു ഔട്ട്പുട്ട് നമുക്ക് ലഭിച്ചു എന്ന് വരില്ല. അതായത് ഇതാണ് നമുക്ക് നമ്മളുടെ മെറിറ്റ്സ് ആയിട്ട് കിട്ടുന്നത്. ആ മെറിറ്റ്സ് ഒന്നും കിട്ടിക്കൊള്ളുന്നില്ല. അപ്പൊ ആ ഒരു ഡിവിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് കുറച്ച് അല്ലെങ്കിൽ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ കുറച്ച് കോംപ്ലക്സ് ആണെന്നാണ് പറയുന്നത്. അത് മാത്രമുള്ള ഇതിന്റെ ഒരു ഡീമെറിറ്റ് ആയിട്ട് പറയുന്നത്. അത് കറക്റ്റ് ആയിട്ട് ഡിവിഷൻ കറക്റ്റ് ആയിട്ട് നടക്കണം, മെയിൻ പ്രോബ്ലത്തെ സബ് പ്രോബ്ലംസിലായി ഡിവൈഡ് ചെയ്യുന്ന ആ പ്രോസസ്സ് കറക്റ്റ് ആയി നടക്കണം എന്നർത്ഥം. ഓക്കെ, അത് ആ ഒരു ഡീമെറിറ്റ് മാത്രമേ അതിൽ പറയുന്നുള്ളൂ. പിന്നെ നമ്മൾ ഈ ഫംഗ്ഷൻസ് C++ലെ ഫംഗ്ഷൻസ് എന്താ എന്നുള്ളതും അതിന്റെ ഡീറ്റെയിൽസിലേക്ക് കൂടുതലായിട്ട് നമ്മൾ പോകുന്നതാണ്. അപ്പൊ അതില് ഒരു ചില വാക്കുകൾ നമ്മൾ ഇതിൽ ഉപയോഗിക്കാൻ പോകുന്ന ചില വാക്കുകൾ പരിചയപ്പെടുത്തുകയാണ്. പാരാമീറ്റേഴ്സ് ഓർ ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത്. പാരാമീറ്റേഴ്സ് ഓർ ആർഗ്യുമെന്റ്സ് നമ്മൾ ഇത്രയും ആലോചിക്കുന്ന ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് പറയാം. ഒരു ചായ ഉണ്ടാക്കുന്ന കേസ്. ആ ചായ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ അതിന് പലതരത്തിലുള്ള ഇൻപുട്സുകൾ ചെല്ലണം അല്ലെ. വെള്ളമായിട്ടാണെങ്കിലും ചായപ്പൊടിയായിട്ടാണെങ്കിലും പഞ്ചസാരയായിട്ടാണെങ്കിലും അങ്ങനെ പലതരത്തിലുള്ള ഇൻപുട്സുകൾ എന്ത് ചെയ്യണം, ആ ചായ ഉണ്ടാക്കുക എന്ന് പറയുന്ന പ്രോസസ്സിലേക്ക് ചെല്ലേണ്ടതുണ്ട്. അതിന്റെ ഔട്ട്പുട്ടാണ് അത് പ്രോസസ് നടന്നതിന് ശേഷമാണ്, ഈ പലതരത്തിലുള്ള ഇൻപുട്സുകൾ പ്രോസസ് നടന്നതിന് ശേഷമാണ് എന്ത് സംഭവിക്കുന്നത്, ഔട്ട്പുട്ടായിട്ട് ആ ടീ അല്ലെങ്കിൽ ചായ നമുക്ക് ലഭിക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു ഫംഗ്ഷൻ വർക്ക് ചെയ്യാൻ അതിലേക്ക് ചില സന്ദർഭങ്ങളിൽ വാല്യൂസ് ആവശ്യമായി വരും. എപ്പോഴും നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ ഫംഗ്ഷനിലേക്ക് വാല്യൂസ് നൽകണമെന്നൊന്നും യാതൊരു നിർബന്ധമല്ല. അത് ഏതൊക്കെ തരത്തിലാണ്, ഏതൊക്കെ രീതിയിലാണ് ഫംഗ്ഷൻ കോഡിംഗ് നടക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് വരുന്നുണ്ട്. അത് നമുക്ക് അപ്പോൾ ഡിസ്കസ് ചെയ്യാം. ഇത് ഈ വാക്കുകളൊന്ന് പരിചയപ്പെടാം. പാരാമീറ്റേഴ്സ് ഓർ ആർഗ്യുമെന്റ്സ് എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുന്ന വാല്യൂ, അതിനെയാണ് പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത്. എന്താണ്, ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുന്ന വാല്യൂ. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് ഒന്നുണ്ടെങ്കിൽ എപ്പോഴാണ് ഈ പാസ് ചെയ്യുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ സിറ്റുവേഷൻ എന്താണെന്നുള്ളത്. ഇത്രേ ഉള്ളൂ. ഫംഗ്ഷൻ ഞാൻ പറഞ്ഞു, മെയിൻ ഫംഗ്ഷനിൽ നിന്നിട്ടാണ് സബ് ഫംഗ്ഷനുകളെ, ഈ മെയിൻ ഫംഗ്ഷൻ ശേഷമാണ് നമ്മൾ സബ് ഫംഗ്ഷനുകൾ എഴുതുക. ഒരു പ്രോഗ്രാം എഴുതുമ്പോൾ ആദ്യം മെയിൻ ഫംഗ്ഷൻ എഴുതും, പിന്നെ സബ് ഫംഗ്ഷനുകൾ എഴുതും. ഈ സബ് ഫംഗ്ഷനുകളുടെ വിളിക്കുന്നത് അല്ലെങ്കിൽ കോൾ ചെയ്യുന്നത് എവിടുന്നായിരിക്കും, മെയിൻ ഫംഗ്ഷന്റെ ഉള്ളിൽ നിന്നായിരിക്കും വിളിക്കുന്നുണ്ടാവുക. ഓക്കെ, ആ വിളിക്കുന്ന സമയത്ത് ആ മെയിൻ ഫംഗ്ഷനിൽ നിന്ന് സബ് ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ സബ് ഫംഗ്ഷനിലേക്ക് വാല്യൂസിനെ ചില സന്ദർഭങ്ങളിൽ നൽകേണ്ടതായി വരും. അങ്ങനെ നൽകുന്നുണ്ടെങ്കിൽ ആ വാല്യൂസിനെ പറയുന്ന പേരാണ് പാരാമീറ്റേഴ്സ് ഓർ ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത്. പാരാമീറ്റേഴ്സ് ഓർ ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ്. നമ്മൾ പറഞ്ഞു C++ ഡെവലപ്പേഴ്സ് ഓൾറെഡി C++ ഉണ്ടാക്കിയ സമയത്ത് ഓൾറെഡി ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള കുറെ ഫംഗ്ഷൻസുകൾ ഉണ്ട്. പല ഉദ്ദേശങ്ങളോട് കൂടിയിട്ട് സ്ക്വയർ റൂട്ട് കാണാനും അബ്സല്യൂട്ട് വാല്യൂ കാണുവാനും പിന്നെ ഒരു ക്യാരക്ടർ റീഡ് ചെയ്യാന്, പ്രിന്റ് ചെയ്യാൻ, അങ്ങനെ പലതരത്തിലുള്ള ഉദ്ദേശം. അതൊക്കെ 1 by 1 ആയിട്ട് നമുക്ക് പറഞ്ഞു പോകാം. ഓക്കെ, വരുന്ന ടോപ്പിക്സിൽ വരുന്നുണ്ട്. അപ്പൊ അത്തരം ഓരോ ഉദ്ദേശങ്ങൾ, ഓരോ ടാസ്കുകളോട് കൂടിയിട്ട് പല ഫംഗ്ഷൻസുകളും C++ ഡെവലപ്പേഴ്സ് ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അത്തരം ഫംഗ്ഷൻസിനെയാണ് ബിൽഡിംഗ് ഫംഗ്ഷൻസ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ചില സബ് ഫംഗ്ഷനുകൾ നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് വാല്യൂ എവിടെ നിന്നാണ് കോൾ ചെയ്തത്, എവിടെ കോൾ ചെയ്യുക, മെയിൻ ഫംഗ്ഷനിൽ നിന്നാണ് സബ് ഫംഗ്ഷനെ കോൾ ചെയ്ത് നമ്മൾ പറഞ്ഞു. ഓക്കെ, മെയിൻ ഫംഗ്ഷനിൽ നിന്നായിരിക്കും ഇതിന്റെ അടിയിലുള്ള, നമ്മളിവിടെ എഴുതിയിട്ടൊന്നുമില്ല, ഞാൻ ജസ്റ്റ് പറയാണ്, മെയിൻ ഫംഗ്ഷനിൽ നിന്നായിരിക്കും സബ് ഫംഗ്ഷനുകളെ കോൾ ചെയ്യാം. അപ്പൊ അത്തരം സബ് ഫംഗ്ഷനുകൾ കോൾ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ സബ് ഫംഗ്ഷനുകൾ എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും.
ആ എക്സിക്യൂട്ട് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് വാല്യൂ എന്ത് ചെയ്യും, റിട്ടേൺ ചെയ്യും. ഓക്കെ, അപ്പൊ റിട്ടേൺ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, മെയിൻ ഫംഗ്ഷനിലേക്കായിരിക്കും റിട്ടേൺ ചെയ്യുന്നുണ്ടാവുക. അപ്പോ അതിനെ പറഞ്ഞ പേരാണ് റിട്ടേൺ വാല്യൂ. സബ് ഫംഗ്ഷനിൽ നിന്നും മെയിൻ ഫംഗ്ഷനിലേക്ക് വാല്യൂ റിട്ടേൺ ചെയ്യും. ആ വാല്യൂവിനെ പറഞ്ഞ പേരാണ് റിട്ടേൺ വാല്യൂ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പലതരത്തിലുള്ള ഈ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസുകൾ 1 by 1 ആയിട്ട് പരിചയപ്പെടാൻ പോവാണ്. അതിൽ ഫസ്റ്റ് കൺസോൾ ഫംഗ്ഷൻസ് ഫോർ ക്യാരക്ടർ ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട്. കൺസോൾ എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്, വിച്ച് ആർ ദി കൺസോൾസ്? ഇവിടെ ഉദ്ദേശിക്കുന്നത് മോണിറ്റർ കീബോർഡ് മാത്രം ആലോചിച്ചാൽ മതി തൽക്കാലം. മോണിറ്റർ കീബോർഡ്, ഈ കീബോർഡ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയുള്ള കൺസോൾ ആണ്? ഇൻപുട്ട് അല്ലെ, ഇൻപുട്ട് പർപ്പസിന് വേണ്ടിയിട്ടുള്ളതും മോണിറ്റർ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ സഹായിക്കുന്ന നമുക്കൊരു ക്യാരക്ടർ അവിടെ പറയേണ്ടത് കൺസോൾ ഫംഗ്ഷൻസ് ഫോർ എന്തിനു വേണ്ടിയുള്ളതാണ്? ക്യാരക്ടർ ഇൻപുട്ട്, ക്യാരക്ടർ ഔട്ട്പുട്ട്. ഒരു ക്യാരക്ടറിനെ ഇൻപുട്ട് ചെയ്യാനും ക്യാരക്ടറിനെ ഔട്ട്പുട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ഉള്ളത്. അപ്പോ ക്യാരക്ടറിനെ ഇൻപുട്ട് ചെയ്യാനും ക്യാരക്ടറിനെ ഔട്ട്പുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ CSTDIO എന്ന് പറയുന്ന ഹെഡർ ഫയൽ എന്ത് ചെയ്യണം, നമ്മളെ ഫംഗ്ഷനിൽ ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, ഏറ്റവും ടോപ്പില് ഹാഷ് ഇൻക്ലൂഡ് CSTDIO എന്ന് എഴുതി കൊടുത്താൽ മതി. കാരണം എന്താ വെച്ചാൽ ഈ ഹെഡർ ഫയലിലാണ് ഇത്തരം ഫംഗ്ഷൻസുകൾ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ ആ ഫംഗ്ഷൻസുകൾ ഉപയോഗിക്കുമ്പോൾ വർക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഈ ഹെഡർ ഫയലിനെ നമ്മുടെ പ്രോഗ്രാമുമായിട്ട് ലിങ്ക് ചെയ്യണം. ഓക്കെ, ഇനി ഫസ്റ്റ് വൺ ഗെറ്റ് ക്യാർ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മള് മനസ്സിലാക്കേണ്ടത് എപ്പോഴും ഒരു ഫംഗ്ഷന്റെ പേര് എഴുതുമ്പോൾ ആ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്ന നിർബന്ധമാണ്. അപ്പൊ എന്താണ് ഉദ്ദേശിക്കുന്നത് പിന്നീട് പറയാം. അപ്പൊ ഗെറ്റ് ക്യാർ എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ആണ്, ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ആണ്. എന്തിന്? ഒരു ക്യാരക്ടറിനെ കീബോർഡിലൂടെ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു ക്യാരക്ടറിനെ കീബോർഡിലൂടെ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഫംഗ്ഷൻ. അപ്പൊ നമുക്കൊരു ക്യാരക്ടറിനെ റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, കീബോർഡിലൂടെ റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഗെറ്റ് ക്യാർ ആണ്. നമ്മൾ പറയുന്നതൊക്കെ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസുകളാണ്. അപ്പൊ നമ്മൾ എങ്ങനെയെന്നുള്ളതിനെ കുറിച്ച്, എങ്ങനെ റീഡ് ചെയ്യുന്നതിനെ കുറിച്ച് ബോധപ്പെടേണ്ട ആവശ്യമില്ല, അതിന് വേണ്ടി കോഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു ആവശ്യം വരികയാണ്, നമുക്കൊരു ക്യാരക്ടറിനെ റീഡ് ചെയ്യാന്ന് വിചാരിക്കുക, വളരെ സിമ്പിൾ ആയിട്ട് എന്ത് ഉപയോഗിക്കാം? ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ആയ ഗെറ്റ് ക്യാർ ഉപയോഗിക്കാം. CHAR ഈക്വൽ ടു ഗെറ്റ് ക്യാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് CHAR ഇവിടെ ഡാറ്റ ടൈപ്പ്, CH എന്ന് പറയുന്നത് വേരിയബിൾ നെയിം, ഗെറ്റ് ക്യാർ എന്ന് പറയുന്ന ഫംഗ്ഷനെ വിളിച്ചു. അപ്പോ കീബോർഡിലൂടെ ഒരു ക്യാരക്ടറിനെ, ഏതോ ക്യാരക്ടർ ആയിക്കോട്ടെ, ആ ക്യാരക്ടറിനെ എന്തിലേക്ക് ലഭിക്കും? ഈ CH എന്ന പേരുള്ള വേരിയബിളിലേക്ക് ലഭിക്കും. വേരിയബിൾ എന്താണെന്നുള്ളതും വേരിയബിളിന്റെ പേര് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഇവിടെ CHAR, here we used the data type CHAR. What is the എന്തുകൊണ്ട് അത് ഉപയോഗിച്ചു, എന്തുകൊണ്ട് നമ്മളത് ഉപയോഗിച്ചത്? ഇത്രേ ഉള്ളൂ, ക്യാരക്ടർ ആണ്. അപ്പോ CHAR ഡാറ്റ ടൈപ്പ് തന്നെ ആയിരിക്കണം, നിർബന്ധമാണ്. ഓക്കെ, പിന്നെ ഇവിടെ പുട്ട് ക്യാർ, നെക്സ്റ്റ് വൺ ഈസ് പുട്ട് ക്യാർ ഫംഗ്ഷൻ. ഇതും എന്താണ്? ഒരു ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ക്യാരക്ടറിനെ ഔട്ട്പുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ക്യാരക്ടറിനെ ഔട്ട്പുട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്, പുട്ട് ക്യാർ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താ ചെയ്യുന്നത്? പുട്ട് ക്യാർ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഫംഗ്ഷനെ വിളിക്കുമ്പോൾ എന്ത് ഔട്ട്പുട്ട് ചെയ്യണം എന്നുള്ളത് അതിലേക്ക് എന്ത് ചെയ്യണം? പാസ് ചെയ്യണം. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത്. ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ അതിലേക്ക് നൽകുന്ന വാല്യൂവിനെയാണ് ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പുട്ട് ക്യാർ എന്ന് പറയുന്ന ഫംഗ്ഷൻ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ ഉപയോഗിക്കുമ്പോൾ, പ്രോഗ്രാമിൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്താണ് ഔട്ട്പുട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് പറഞ്ഞു കൊടുക്കണം. ഒന്നിനെ ഒരു ക്യാരക്ടർ കോൺസ്റ്റന്റ് ആവാം, അല്ലെങ്കിൽ വേരിയബിൾ ആവാം. വേരിയബിൾ ആകുമ്പോൾ എന്താ? വേരിയബിളിന്റെ ഉള്ളിൽ എന്താണോ ഉള്ളത് വെച്ചാൽ അതായിരിക്കും എന്ത് ചെയ്യാം? ഔട്ട്പുട്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഇന്റീജർ വാല്യൂ ആവാം, പക്ഷെ ആ ഇന്റീജർ വാല്യൂവിനെ എങ്ങനെയായിട്ട് ട്രീറ്റ് ചെയ്യുക? ആസ്കി കോഡ് ആയിട്ടാണ് കണക്കാക്കുക. അപ്പൊ അതിനെ കറസ്പോണ്ടിങ് ക്യാരക്ടറാണ് എന്ത് ചെയ്യുക? ഔട്ട്പുട്ട് ചെയ്യുക. അപ്പൊ ഇവിടെ പുട്ട് ക്യാർ ഓഫ് CH എന്ന് പറയുമ്പോൾ ഇവിടെ CH B എന്ന് പറയുന്ന മുമ്പുള്ള ഒരു ലൈനാണ് CHAR ഈക്വൽ ടു B, ക്യാരക്ടർ B ആണ്. ഓക്കെ, CHAR ഈക്വൽ ടു B എന്ന് പറയുമ്പോൾ വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം B എന്ന് പറയുന്ന ക്യാരക്ടർ ഏതിലേക്ക് സ്റ്റോർ ചെയ്തു? CH എന്ന് പറയുന്ന ക്യാരക്ടർ ടൈപ്പ് വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. പിന്നെ നോക്കിയാൽ പുട്ട് ക്യാർ ഓഫ് CH. അപ്പൊ CH ഇവിടെ ഈ ബ്രാക്കറ്റിൽ CH എഴുതി കൊടുത്തുള്ള ഉദ്ദേശം എന്താ? ആ പുട്ട് ക്യാർ എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ ചെയ്തപ്പോൾ അതിലേക്ക് ഒരു ആർഗ്യുമെന്റ് ആയിട്ട് എന്ത് ചെയ്തു? വാല്യൂ പാസ് ചെയ്തു. അതെന്താണ്? വേരിയബിൾ ആണ്. CH ഒരു വേരിയബിൾ ആണ്. ആ CH എന്താ ഉള്ളത്? B ആണുള്ളത്.
അപ്പൊ എന്താ പ്രിന്റ് ചെയ്യുക? ബി ആണ് പ്രിന്റ് ചെയ്യുക. ഓക്കെ. പിന്നെ ഇവിടെ പുട്ട് കെയർ ഓഫ് സി, വെറുതെ സിംഗിൾ കോട്ട്സ് സി എന്നാണ് കൊടുത്തിരിക്കുന്നത് ആർഗ്യുമെന്റ് ആയിട്ട്. അപ്പൊ അവിടെ ഒരു ക്യാരക്ടർ കോൺസ്റ്റന്റ് ആണ് ആർഗ്യുമെന്റ് ആയിട്ട് പോകുന്നത്. അപ്പൊ അവിടെ എന്ത് പ്രിന്റ് ചെയ്യും? സി എന്നുള്ളത് പ്രിന്റ് ചെയ്യും. പിന്നെ ഇവിടെ പുട്ട് കെയർ ഓഫ് 97 എന്നുള്ള കൊടുത്തിട്ടുണ്ട്. അപ്പൊ 97 ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഇന്റീജർ നമ്പർ. അപ്പോ അതൊരു ആസ്കി കോഡ്, അതിന്റെ കറസ്പോണ്ടിങ് ക്യാരക്ടർ എന്താണോ അതായിരിക്കും ഔട്ട്പുട്ട് ചെയ്യുക. അപ്പൊ ഇതാണ് ക്യാരക്ടേഴ്സിനെ ഇൻപുട്ട് ചെയ്യാനും ഔട്ട്പുട്ട് ചെയ്യാനും ഉപയോഗിക്കുന്ന കൺസോൾ ഫംഗ്ഷൻസ് ആയിട്ട് രണ്ടെണ്ണാണുള്ളത്, ഗെറ്റ് കാർ ആൻഡ് പുട്ട് കാർ.